നമ്മളെ ഫോണിൽ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടാവും. ഈ ഫോട്ടോകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് PDF ആയിട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ ഓരോ കാറ്റഗറി ആയിട്ട് ഫാമിലി ഫോട്ടോ ആണ്ടെ ഫാമിലി ഫോട്ടോ കംപ്ലീറ്റ് ഒറ്റൊരു PDF ആക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങോട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം, മറ്റൊരു ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ എവിടേക്കും ഷെയറും ചെയ്യാം. അതിൻ്റെ ക്വാളിറ്റി ഒന്നും പോകാത്ത രീതിയിൽ നമുക്ക് ഏത് കാലത്തും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ കൂടെ PDF ആക്കി മാറ്റാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ട്. എന്നാൽ ചെറിയൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഏത് ഫോട്ടോവും അല്ലെങ്കിൽ എത്ര ഫോട്ടോവും ഒറ്റ PDF ആക്കി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ PDF ആക്കിയിട്ട് അതിനൊരു പേരൊക്കെ കൊടുത്ത് സൂക്ഷിക്കാം. അതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇമേജ് ടു PDF എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനെ കൊണ്ട് വേറൊരു ഗുണമുണ്ട്. നമ്മൾ PDF ക്രിയേറ്റ് ചെയ്താൽ അതിന് ഒരു പാസ്വേഡൊക്കെ കൊടുത്ത് സുരക്ഷിതാക്കാം. നമ്മളല്ലാതെ മറ്റാരും അത് തുറക്കരുത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പാസ്വേഡും കൊടുക്കാം. സംഭവം അടിപൊളിയല്ലേ? എങ്ങനെ ഇത് ചെയ്യുക? ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് വരിക. അവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അന്നേരം ഗാലറി പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ എങ്ങനെയാണെന്ന് വരിക, നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഒരു 5 ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് അതിനുശേഷം താഴെ ഡൺ എന്നുള്ളൊരു ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് അത്യാവശ്യം ഓരോ ഫോട്ടോ നമുക്ക് വെവ്വേറായിട്ട് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അത്യാവശ്യം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ ആ ഫോട്ടോ കംപ്ലീറ്റ് ഇവിടെ വന്ന് ഇവിടെ കൺവേർട്ട് ടു PDF എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ മേലെ നമുക്ക് ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ളൊരു പേര്, നമുക്കിപ്പോൾ ഫാമിലി ഫോട്ടോ ആണെങ്കിൽ ആ ഫാമിലി ഫോട്ടോ എന്ന് തന്നെ കൊടുക്കാം. ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, കാണിച്ചു തരാൻ വേണ്ടി മാത്രം പേര് മാറ്റി. ഇനി നമുക്ക് ഇതിന് ഒരു പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് എന്നുള്ള ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ താഴെ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1 2 3 4 ഒരു 4 പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ എഴുതിയ പാസ്വേഡ് കറക്റ്റ് ആവുന്ന ഇവിടെ ഒന്ന് നോക്കുകയും ചെയ്യാം. അതിനുശേഷം ഇമേജിൻ്റെ ക്വാളിറ്റി അത് ഒറിജിനൽ ക്വാളിറ്റി തന്നെ കിടന്നോട്ടെ, കൺവേർട്ട് കൊടുക്കുക. കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ടൈം കൊണ്ട് PDF ആക്കി തന്നു. ഇതിപ്പോൾ നമ്മൾ 5 ഫോട്ടോ ആണ് സെലക്ട് ചെയ്ത് ആ 5 ഫോട്ടോ ഒറ്റ PDF ആക്കി നമ്മളെ ഗാലറി സേവ് ആയി കഴിഞ്ഞ് നമ്മളെ ഫയൽ മാനേജറിൽ അതുണ്ടാവും. ഇനി ഇതൊരാൾക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നേരം നമ്മളൊരു പാസ്വേഡ് കൊടുത്തില്ലേ, അവരോട് ആ പാസ്വേഡ് ഒന്ന് വിളിച്ചിട്ടല്ലേ പറയണം കേട്ടോ, അല്ലെങ്കിൽ ജോലിക്ക് തുറക്കാനാകല. അതെങ്ങനെയാണ് പോവുക? ഞാനൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. ഷെയർ വിത്ത് ഫ്രണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് കൂടെ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ മറ്റൊരു ഫോണിലേക്ക് അത് സെൻഡ് ചെയ്ത് തരാം, ഒരു PDF ആയിട്ട് പോവുകയും ചെയ്ത്. അവർക്ക് ഇത് തുറക്കണമെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഉണ്ടെങ്കിലാണ് തുറക്കാനാവും. എങ്ങനെയായാലും നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ഒന്നിച്ച് ഒറ്റ PDF ആക്കി അതിനൊരു പേരൊക്കെ കൊടുത്ത് സേവ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. ആവശ്യക്കാർ ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കാൻ മറന്നുകൊണ്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.